നമസ്കാരം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ വലിയ വിവാദമാകുന്ന ഒരു വിഷയത്തെ രമ്യമായി പരിഹരിക്കുവാനുള്ള നീക്കങ്ങൾ ആണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ഉന്നയിച്ചത് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഭാര്യയോട് മന്ത്രി മാപ്പ് ചോദിച്ചിരിക്കുന്നു. അങ്ങനെ ആ വിഷയത്തെ രമ്യമായി പരിഹരിക്കുവാനുള്ള നീക്കങ്ങൾ ആണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അല്പസമയത്തിനകം മന്ത്രിസഭാ യോഗം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമാകുന്ന പശ്ചാത്തലത്തിൽ ഇനി അടുത്ത മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതിൽ വ്യക്തതയില്ല. ആ മന്ത്രിസഭാ യോഗത്തിലടക്കം കെ പി ഗണേഷ് കുമാർ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഒരുപക്ഷെ ഈ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടേക്കുമോ എന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മന്ത്രി ഭാര്യയോട് മാപ്പ് പറഞ്ഞതോടുകൂടി ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തനിക്ക് പരാതിയില്ല, പരിഹരിക്കാമെന്ന് പറഞ്ഞു എന്നതാണ് ഇപ്പോൾ ഭാര്യയുടെ പ്രതികരണമായി ലഭ്യമാകുന്നത്. പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല, ഈ വിഷയം പറഞ്ഞു തീർക്കുക എന്നതാണ് ഇപ്പോഴത്തെ നിലപാട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന, അതോടൊപ്പം തന്നെ മന്ത്രി എന്ന നിലയിൽ കെ പി ഗണേഷ് കുമാറിനും ഏറെ ആശ്വാസകരമാകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോഴും നിലവിലുണ്ടായിട്ടുള്ള വിവാദം, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് ഇത്തരത്തിലൊരു ആരോപണം നേരിട്ടത് എന്നത് വലിയ തോതിൽ രാഷ്ട്രീയമായി ധാർമ്മികമായി തിരിച്ചടി ഉണ്ടാക്കുന്ന പശ്ചാത്തലം കൂടിയാണ് എന്നതാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. അരുൺ, ഈ വിഷയം രമ്യമായി പരിഹരിക്കപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് മന്ത്രിസഭാ യോഗത്തിൽ കെ പി ഗണേഷ് കുമാർ പങ്കെടുക്കുമോ? കെ പി ഗണേഷ് കുമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനായി സെക്രട്ടേറിയറ്റിലേക്ക് അല്പസമയം മുമ്പ് എത്തിച്ചേർന്നു. അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം മന്ത്രിയുടെ ഭാര്യ തന്നെ തനിക്ക് പരാതിയില്ല എന്ന നിലപാടുമായി രംഗത്ത് വരുന്നു. നേരത്തെ ഒന്ന് ഫോണിൽ വിളിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അതുണ്ടായില്ല. ഇന്നലെ അവർ പറഞ്ഞത് തന്നെ 2 മാസമായി ഫോണിൽ ബ്ലോക്ക് ചെയ്തിട്ട് ഇട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത്. മന്ത്രിയോ മന്ത്രിസഭയോ സർക്കാരിനെയോ അപകീർത്തിപ്പെടുത്താനോ അട്ടിമറിക്കാനോ താൻ കൂട്ടുനിൽക്കില്ല എന്ന് അവർ ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും മന്ത്രി ഫോണിൽ ബന്ധപ്പെട്ടതോടുകൂടി പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ്, അവരുടെ കുടുംബ പ്രശ്നം അവസാനിക്കുകയാണ് എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും അത് അവിടെ അവസാനിക്കും. പക്ഷേ ഇവിടെ ഇപ്പോഴും ഒരു അവശേഷിക്കുന്ന ഒരു പ്രശ്നമുള്ളത്, ഇത്തരത്തിലൊരു ആരോപണം ഒരു മന്ത്രിക്കെതിരെ ഉയർന്നു വരുന്നു. മന്ത്രിയുടെ ഭാര്യ മന്ത്രിയെ പറ്റിയുള്ള പരാതി പറയാൻ പോലീസിനെ വിളിക്കുന്നു. പോലീസ് അവിടെ എത്തി നടപടി സ്വീകരിക്കുന്നില്ല. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ബാക്കി നിൽക്കുന്നത്. കുടുംബ പ്രശ്നമാണ്, പറഞ്ഞു തീർത്താൽ തീരുന്നതുമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിൽ നിയമപരമായ പ്രശ്നങ്ങളില്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അന്ന് പോലീസ് നടപടിയെടുത്തില്ല തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇനിയും സർക്കാർ മറുപടി പറയേണ്ടി വരും. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും മുന്തിയ പരിഗണന നൽകുന്ന, ഒന്നാം സ്ഥാനം നൽകുന്ന സർക്കാരാണെന്നാണ് പിണറായി സർക്കാരിന്റെ അവകാശവാദം. അത്തരത്തിലൊരു സർക്കാരിന്റെ ഒരു മന്ത്രിയാണ് ഈ തരത്തിൽ ഭാര്യയെ മർദ്ദിച്ചു എന്നതിനെ, അല്ലെങ്കിൽ ഭാര്യയോട് മോശമായി പെരുമാറിയതിന് ഇത്തരത്തിലൊരു ആരോപണം നേരിടുന്നത്. അതെങ്ങനെ CPM നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ അതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അതിജീവിതമാർക്കൊപ്പം എന്ന് പറയുന്ന സർക്കാർ എങ്ങനെ ഇതിനെ ഈ മന്ത്രിയുടെ ഭാഗത്തുണ്ടായി പ്രവർത്തിയെ ഇപ്പോൾ പരാതി പറഞ്ഞു തീർത്തു എന്നതിനപ്പുറത്തേക്ക് ഇതിലെ നിയമപ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതെങ്ങനെ വിശദീകരിക്കും? സ്വാഭാവിക പ്രതിപക്ഷം സർക്കാരിനെതിരെ ഇത് ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. ഇതിനകം തന്നെ പ്രതിപക്ഷം ചോദ്യങ്ങളുമായി വന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? 2013 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുമ്പോൾ സമാനമായ ആരോപണം ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ യാമിനി തങ്കച്ചി പരാതി നൽകിയിരുന്നു. ആ പരാതി എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നാണ് അന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ചോദിച്ചത്. ഗണേഷ് കുമാർ മന്ത്രി മാത്രമല്ല രാജിവെക്കേണ്ടത്, ഈ പരാതി കിട്ടിയിട്ടും നടപടിയെടുക്കാത്ത മുഖ്യമന്ത്രി കൂടി രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനായിരുന്നു. സമാനമായ സാഹചര്യം ഇവിടെയും ഉണ്ട്. ഇപ്പോൾ അന്ന് പരാതി പരിഹരിക്കപ്പെട്ടില്ല, ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വന്നു. പക്ഷെ ഇന്ന് പരാതി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ബിന്ദു മേനോന് പരാതിയില്ല, മന്ത്രി രാജിവെക്കണമെന്ന നിലപാടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആ പ്രശ്നം ആ രീതിയിൽ അവസാനിക്കുന്നു. പക്ഷേ ഇതിന് ധാർമ്മിക വശമുണ്ട്, നിയമപരമായ വശവുമുണ്ട്. അതെങ്ങനെ CPM നേതൃത്വം ന്യായീകരിക്കും, എങ്ങനെ വിശദീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഇടതുമുന്നണി നേതൃത്വം എങ്ങനെ അതിനെ വിശദീകരണം ജനങ്ങൾക്ക് മുമ്പ് നൽകുമെന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ പങ്കെടുക്കുകയാണ്. മന്ത്രിസഭാ യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ ഒരു സാധ്യതയുമില്ല. മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ശേഷം 11 മണിയോടുകൂടി കെ ബി ഗണേഷ് കുമാർ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. KSRTCയുടെ ആശുപത്രിയുടെ ഉദ്ഘാടനം അദ്ദേഹം ഇന്ന് കിഴക്കേക്കോട്ടയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം ഒരുപക്ഷെ കാര്യങ്ങൾ വിശദീകരണം നടത്തിയേക്കാം. ഒരുപക്ഷെ പരസ്യമായും അദ്ദേഹം
മാപ്പ് പറയുന്നത് തയ്യാറാകാനും സാധ്യതയുണ്ട്. ഇന്നലെ ആ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. മറ്റുള്ളവർക്ക് എന്തുമാകാം, ആർക്കും നമ്പറിൽ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ അധിക്ഷേപിക്കാനാണ്, അപമാനിക്കാനാണ് ശ്രമിച്ചത്. മാത്രമല്ല തന്റെ പ്രണയങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആരും പ്രതീക്ഷിക്കാത്തതിലുള്ള ഒരു പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തുണ്ട്. അതും CPM-ന്റെ ഒക്കെ അതൃപ്തിക്ക് കാരണമാണ്. ഏതായാലും മന്ത്രി രാജിവെച്ചുവെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോയേനെ. പക്ഷേ അവിടേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. മന്ത്രി രാജിവെക്കാനുള്ള സാധ്യത ഇപ്പോൾ തീരെ കുറവാണ്. കാരണം പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു, പ്രതിസന്ധി അയയുന്നു. ഇനി ഇതിനുള്ള രാഷ്ട്രീയ മറുപടി എങ്ങനെ പറയും, എങ്ങനെ ഇത്തരത്തിലൊരു വിശദീകരണം നൽകാൻ CPM-നും മുഖ്യമന്ത്രിക്കുമൊക്കെ കഴിയും, ഗണേഷ് കുമാർ എങ്ങനെ ഇത് ഇനി ന്യായീകരിക്കുമെന്ന കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. അഭിലാഷ്, തീർച്ചയായും അവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മന്ത്രിയുടെ ഭാര്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം വലിയ തോതിൽ ആശ്വാസകരമാകുന്നതാണ്. ഒരുപക്ഷെ ആ പ്രതികരണത്തിലൂന്നി രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാം. പക്ഷേ തെരഞ്ഞെടുപ്പാണല്ലോ അരുൺ, അവിടെ രണ്ട് തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ രാജിവെക്കുകയാണെങ്കിൽ മന്ത്രിയുടെ ഭാഗത്ത് പിഴവുണ്ടായിരിക്കുന്നു. അങ്ങനെ പിഴവുണ്ടായതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം. ഇനിയിപ്പോൾ രാജിവെക്കുന്നില്ല എന്ന് കരുതുക, അപ്പോഴും പ്രതിപക്ഷം ഇത് വലിയ ആയുധമാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഇത്രമേൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട മന്ത്രിയെ സംരക്ഷിച്ചു നിർത്തി, പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലേക്ക് അടക്കം ബന്ധപ്പെട്ടിരുന്നു ഗണേഷ് കുമാറിന്റെ ഭാര്യ എന്ന് അവർ തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു. അപ്പോഴൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല എന്നതാണല്ലോ മനസ്സിലായത്. എന്തു തന്നെയാണെങ്കിലും ഈ വിഷയം വലിയ ആയുധമാക്കി മാറ്റുക എന്നത് പ്രതിപക്ഷത്തിന് സാധ്യമാകുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത്? തീർച്ചയായിട്ടും പ്രതിപക്ഷം ഇത് ഇനിയും സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി മാറ്റും. അതിജീവിതമാർക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന, സ്ത്രീ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നു എന്ന് പറയുന്ന സർക്കാർ എങ്ങനെ ഇത് വിശദീകരിക്കും? എന്താണ് അതിൽ വെള്ളം ചേർക്കുന്ന നിലപാടായി ഇത് പ്രതിപക്ഷം വ്യാഖ്യാനിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ മറ്റൊരു ഭാഗമുള്ളത്, KB ഗണേഷ് കുമാർ രാജിവെച്ചിരുന്നുവെങ്കിലും അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുമെന്ന് ആയിരുന്നു എന്ന കണക്കുകൂട്ടലുമുണ്ട്. കാരണം ഗണേഷ് കുമാർ രാജിവെച്ചാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറുന്നത് മാത്രമല്ല, പത്തനാപുരത്ത് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ രാജിവെച്ച ആളെ പത്തനാപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നം ഇടതുമുന്നണിക്ക് ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ പ്രതിസന്ധി ഇപ്പോൾ അയയുന്നു. മറിച്ച് അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഇനിയും പ്രതിപക്ഷത്തിനോട് രാഷ്ട്രീയമായി മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിന് വന്നു ചേരും. അത് എങ്ങനെ വിശദീകരിക്കും, അത് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതിൽ എങ്ങനെ വിശദീകരിക്കാനാകുമെന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ഇതൊരു കുടുംബ പ്രശ്നം മാത്രമായി ഒതുക്കി തീർക്കാനാകും. അവിടെ ഒരു ക്രൈം നടന്നിട്ടില്ല എന്നൊരു കാര്യമുണ്ട്, ഒരു പരാതി ലഭിച്ചിട്ടില്ല. 2013 KB ഗണേഷ് കുമാറിനെതിരെ കൃത്യമായ ഒരു പരാതി ഉണ്ടായിരുന്നു, അവിടെ ഒരു ക്രൈം നടന്നിരുന്നു. അതുകൊണ്ടാണെന്ന് കേസെടുക്കാൻ സർക്കാർ നിർബന്ധിതമായത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു ക്രൈം നടന്നതിന് പരാതിയോ മറ്റോ തെളിവുകളോ ഒന്നുമില്ല. ഇവരുടെ ഒരു വെളിപ്പെടുത്തൽ മാത്രമാണ്. പക്ഷേ അവർ അതിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യവും മാറുമെന്ന പ്രതീക്ഷയാണ്. പരാതിയില്ലാതെ എങ്ങനെ കേസെടുക്കുമെന്ന ചോദ്യമാകാം ഒരുപക്ഷെ ഉയർന്നു വരുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ധാർമ്മിക വശമുണ്ട്. നിയമപരമായ ഈ പോലീസ് അവിടെ എത്തിയ ശേഷം എന്തുകൊണ്ട് ഈ സ്ത്രീക്ക് അനുകൂലമായ നിലപാടെടുത്തില്ലെന്ന ചോദ്യമൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ തീർച്ചയായും മറുപടി പറയേണ്ടി വരും. അഭിലാഷ്, തീർച്ചയായും അരുൺ അറിയേണ്ട